വാർദ്ധക്യകാലത്ത് രോഗങ്ങളും ദുരിതവും വേട്ടയാടിയാൽ പലരും മാനസികമായി തകർന്നു പോകാം. ചിലപ്പോൾ അത് വിഷാദ രോഗത്തിന് വരെയും കാരണമാകാറുണ്ട്. അങ്ങനെ സ്വന്തം പങ്കാളിയെ വരെയും കൊലപ്പെടുത്തി ജീവനൊടുക്കുന്ന ഭർത്താക്കന്മാർ. തിരുവനന്തപുരം വട്ടപ്പാറയിൽ നിന്ന് ഹൃദയം നുറുങ്ങുന്നൊരു വാർത്തയാണ് കേട്ടത്. രോഗബാധിതയായി കിടപ്പിലായിരുന്ന ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. വട്ടപ്പാറ കുറ്റ്യാണി സ്വദേശി ബാലചന്ദ്രൻ, ഭാര്യ ജയകുമാരി എന്നിവരാണ് മരിച്ചത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ബാലചന്ദ്രൻ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് വിവരം. വട്ടപ്പാറ കുറ്റ്യാണി സ്വദേശി ബാലചന്ദ്രൻ, ഭാര്യ ജയലക്ഷ്മി എന്നിവരെ ഉച്ചയ്ക്ക് ശേഷമാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയെ മുറിയിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിലും ബാലചന്ദ്രൻ തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയ ശേഷം ബാലചന്ദ്രൻ തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് നിഗമനം. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ചു. കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല. ബാലചന്ദ്രന്റെ ഭാര്യ ജയലക്ഷ്മി കുറച്ചുകാലമായി അസുഖബാധിതയായി കിടപ്പിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മനോവിഷമമാണോ കൂട്ടമരണത്തിന് കാരണമെന്ന് സംശയിക്കുന്നു. ഇവരുടെ 2 മക്കളിൽ ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനും ഒരാൾ ഓട്ടോ ഡ്രൈവറുമാണ്. ഉച്ചയ്ക്ക് ആഹാരം നൽകാനെത്തിയ മരുമകളാണ് ഭർത്താവിന്റെ മാതാപിതാക്കൾ മരിച്ചു കിടക്കുന്നത് കണ്ട് പോലീസിനെ വിവരം അറിയിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം.